ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസിലൂടെയാണ്. ആദ്യത്തെ ന്യൂസിലേക്ക് കടക്കാം. ഡ്രൈവർ ഇല്ല മെട്രോ ട്രെയിനുകൾ. രാജ്യത്ത് ആദ്യമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ തയ്യാറാകുന്ന ഡ്രൈവർ ഇല്ല മെട്രോ ട്രെയിനുകൾ ഡൽഹിയിൽ സർവീസ് നടത്തും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിനുകൾ വരികയാണ്. ആദ്യത്തെ സർവീസ് നടത്തുന്നത് ഡൽഹിയിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ്. ആദ്യ സെറ്റ് ട്രെയിനുകൾ ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നാണ് എത്തുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? ശ്രീ സിറ്റി, ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നാണ് ആദ്യ സെറ്റ് ട്രെയിനുകൾ എത്തുന്നത്. ഡ്രൈവറില്ലാ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. എത്രയാണ്? 95 കിലോമീറ്റർ. ഡ്രൈവറില്ലാ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. 85 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന തരത്തിലാണ് ട്രെയിൻ സെറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ല മെട്രോ ട്രെയിനുകൾ വരികയാണ്. ആദ്യ സെറ്റ് ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഡൽഹിയിലാണ് തുടങ്ങുന്നത് എന്ന കാര്യം മറക്കരുത്. സംസ്ഥാന ആംബുലൻസുകൾക്ക് താരിഫ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ്. ഡ്രൈവർമാർക്ക് ID കാർഡും യൂണിഫോമും നൽകുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ചോദ്യം വരാം, ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഫ്രെഡറിക് ജെയിംസൺ അന്തരിച്ചു. ആരാണ് ഫ്രെഡറിക് ജെയിംസൺ? വിഖ്യാത മാർക്സിസ്റ്റ് ചിന്തകൻ ഫ്രെഡറിക് ജെയിംസൺ അന്തരിച്ചു. പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം എന്ന രചനയിലൂടെ പ്രസിദ്ധനായ വ്യക്തിയാണ് ഫ്രെഡറിക് ജെയിംസൺ. എന്തായിരുന്നു? പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം. ദി ഒറിജിൻസ് ഓഫ് എ സ്റ്റൈൽ എന്നതാണ് ആദ്യത്തെ പുസ്തകം. അപ്പോൾ നമ്മുടെ ഇതിലാണ് ലിറ്ററേച്ചറിൽ നമുക്ക് ചോദ്യം വരാം. ഈ പുസ്തകം ദ ഒറിജിൻസ് ഓഫ് എ സ്റ്റൈൽ എഴുതിയത് ആരാണ്? ഫ്രെഡറിക് ജെയിംസൺ ആണ്. ക്യൂബൻ വിപ്ലവവും വിയറ്റ്നാം യുദ്ധവിരുദ്ധ മുന്നേറ്റവും ഉൾപ്പെടെ സംഭവ വികാസങ്ങൾ മാർക്സിസ്റ്റ് ചിന്താധാരയോട് ചേർത്ത് അവതരിപ്പിച്ച വ്യക്തിയാണ് ഫ്രെഡറിക് ജെയിംസൺ. The Present House of Language, Fables of Aggression, Wyndham Lewis, The Modernist as Fascist, The Political Unconscious, Narrative as a Socially Symbolic Act തുടങ്ങിയ കൃതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മാസ്റ്റർ പീസ് എന്ന് വിലയിരുത്തപ്പെടുന്ന പോസ്റ്റ് മോഡേണിസം ഓർ ദ കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം രചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ വിലയിരുത്താവുന്നത് പോസ്റ്റ് മോഡേണിസം ഓർ ദ കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം ആണ്. ഓർത്തിരിക്കുക. പുതിയ പുസ്തകമായ ദ ഇയേഴ്സ് ഓഫ് തിയറി, ലെക്ചേഴ്സ് ഓൺ മോഡേൺ ഫ്രഞ്ച് തോട്ട്. അപ്പോൾ ഏതാണ്? അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് ദ ഇയേഴ്സ് ഓഫ് തിയറി, ലെക്ചേഴ്സ് ഓൺ മോഡേൺ ഫ്രഞ്ച് തോട്ട്. ഇത് പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ പുസ്തകത്തെ പറ്റി ലണ്ടൻ റിവ്യൂ ഓഫ് ബുക്സിന്റെ അടുത്ത ലക്കത്തിൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ ടെറി ഈഗിൾട്ടൺ എഴുതുന്ന ലേഖനം ഫ്രെഡറിക് ജെയിംസിനുള്ള ആദരാഞ്ജലി കൂടിയായി മാറും. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രെഡറിക് ജെയിംസിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകമാണ് ദി ഇയേഴ്സ് ഓഫ് തിയറി, ലെക്ചേഴ്സ് ഓൺ മോഡേൺ ഫ്രഞ്ച് തോട്ട്. പൂർണ്ണ യുദ്ധസജ്ജമായി INS വിക്രാന്ത് ഇനി നാവികസേനയുടെ പടിഞ്ഞാറൻ കാവൽപ്പടയുടെ ഭാഗം. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് നമ്മുടെ INS വിക്രാന്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്.
INS വിക്രാന്ത് ഇനി മുതൽ നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ പടയുടെ ഭാഗമായി മാറുകയാണ്. INS വിക്രാന്ത് യുദ്ധവിന്യാസങ്ങൾക്ക് പൂർണ്ണ സജ്ജമായി. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ INS വിക്രാന്ത് മാറിയിരിക്കുകയാണ്. നാവികസേനയുടെ കർവാൾ എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ കപ്പൽ സമൂഹത്തെ നയിക്കുന്നത് രാജ്യത്തിന്റെ മറ്റൊരു വിമാനവാഹിനിയായ INS വിക്രമാദിത്യയാണ്. അപ്പോൾ മറ്റൊരു വിമാനവാഹിനിയാണ് INS വിക്രമാദിത്യ. നാവികസേനയുടെ കർവാൾ എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ കപ്പൽ വ്യൂഹത്തെ നയിക്കുന്നത് തന്നെയാണ് INS വിക്രമാദിത്യയും. കർണാടകയിലെ കാർവാറിലെ നാവികത്താവളമായ INS കാദംബ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. ഇപ്പൊ ചോദ്യം വരാം, INS കാദംബ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? INS കാദംബ ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ എഴുതുക കർണാടകയിലാണ്. കർണാടകയിലെ കാർവാറിലെ നാവികത്താവളമാണ് INS കാദംബ. റിയ സിൻഹ മിസ് യൂണിവേഴ്സ് ഇന്ത്യ. അപ്പോൾ മിസ് യൂണിവേഴ്സ് മത്സരത്തിനായി 2024 മിസ് യൂണിവേഴ്സ് മത്സരത്തിനായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിയ സിൻഹയാണ്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. അടുത്ത മിസ് യൂണിവേഴ്സ് 2024 മത്സരത്തിലേക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് റിയ സിൻഹയാണ്. ഗുജറാത്ത് സ്വദേശിയാണ് റിയ സിൻഹ. പ്രഞ്ജൽ പ്രിയ ഫസ്റ്റ് റണ്ണറപ്പും വി വെർഗ് സെക്കൻഡ് റണ്ണറപ്പുമായി. അപ്പോൾ റിയ സിൻഹ പരാജയപ്പെടുത്തിയത് മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ റിയ സിൻഹ പരാജയപ്പെടുത്തിയത് പ്രജ്വൽ പ്രിയയാണ്. പ്രജ്വൽ പ്രിയ റണ്ണറപ്പുമായി, വി വെർഗ് സെക്കൻഡ് റണ്ണറപ്പുമായി. നടിയും മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2015 വിജയിയുമായ ഉർവ ഷിറൌട്ടേലയാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. ഉർവ ഷിറൌട്ടേല. ഈ വർഷം അവസാനം മെക്സിക്കോയിലാണ് മിസ് യൂണിവേഴ്സ് 2024 മത്സരം നടക്കുന്നത്. അപ്പോൾ 2024 മിസ് യൂണിവേഴ്സിന്റെ വേദി ചോദിച്ചാൽ മെക്സിക്കോയിലാണ് ഈ വർഷം 2024 മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വിശ്വസുന്ദരി പട്ടം കരസ്ഥമാക്കുന്നത് സുസ്മിത സെന്നാണ്. 1994 സുസ്മിത സെന്നിലൂടെ ഇന്ത്യ ആദ്യ വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കുന്നത്. ഐശ്വര്യ റായിയെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് സുസ്മിത സെൻ ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കുന്നത്. അപ്പോൾ ഫെമിന മിസ് ഇന്ത്യ കിരീടത്തിൽ വിജയിച്ചതിനെ തുടർന്നാണ് സുസ്മിത സെൻ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നതും 1994 വിശ്വസുന്ദരി പട്ടം ഇന്ത്യക്ക് വേണ്ടി കരസ്ഥമാക്കുകയും ചെയ്യുന്നത്. ആ വർഷം ഫെമിന മിസ് ഇന്ത്യ കിരീടത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോകുന്നത് ഐശ്വര്യ റായിയാണ്. ഈ ഐശ്വര്യ റായ് 1994 തന്നെ അതേ വർഷം ഇന്ത്യക്ക് വേണ്ടി ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കി. സുഷ്മിതയോട് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ ഐശ്വര്യ റായ് അതേ വർഷം തന്നെ മിസ് വേൾഡ് മത്സരത്തിൽ വിജയിയായിരുന്നു. ലാറ ദത്തയാണ് ഇന്ത്യയിലേക്ക് 2ാമതായി വിശ്വസുന്ദരി പട്ടം എത്തിച്ചത്. ലാറ ദത്തയാണ് 2000 ഇന്ത്യ 2ാമത് വിശ്വസുന്ദരി പട്ട കിരീടം നേടുന്നത് ലാറ ദത്തയിലൂടെ. 2021 3ാമത്തെ വിശ്വസുന്ദരി കിരീടം ഇന്ത്യയെ തേടിയെത്തുന്നത്. 2021 അത് ലഭിച്ചിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഹർനാസ് സന്ധുവിനാണ്. ഹർനാസ് സന്ധു 2021 വിശ്വസുന്ദരി കിരീടം നേടിയത് ഹർനാസ് സന്ധു പഞ്ചാബുകാരിയാണ്. ഇന്ത്യ ആകെ 3 തവണയാണ് മിസ് യൂണിവേഴ്സ് ടൈറ്റിൽ വിന്നർ ആകുന്നത്. ആദ്യത്തേത് 1994, രണ്ടാമത്തേത് 2000, മൂന്നാമത്തേത് 2021. 1994 സുസ്മിത സെൻ, 2000 ലാറ ദത്ത, 2021 ഹർനാസ് സന്ധു. 2024 ഇന്ത്യയുടെ വിശ്വസുന്ദരി പട്ടത്തിനായി ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നത് റിയ സിൻഹയാണ്. റിയ സിൻഹ ഗുജറാത്ത് സ്വദേശിയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. വരും ക്ലാസ്സുകളിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്